വയനാട് ദുരന്തഭൂമിയിൽ പ്രധാനമന്ത്രി സന്ദർശിക്കാത്തത് ആ ജനതയോടുള്ള ഒരു അവഹേളനമായിട്ട് വേണം കണക്കാക്കാൻ. ഇത്രയും അധികം ആളുകൾ മരിച്ചിട്ടും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കാത്തത്? എന്തുകൊണ്ടാണ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരാരും ഇവിടെ വരാത്തത്? അവരാരും വയനാട് ദുരന്തത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാട് വളരെ തെറ്റായ ഒന്ന് തന്നെയാണ്. കേന്ദ്രം വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ദുരന്തം മനുഷ്യവാസം ഉണ്ടാകുന്നതുകൊണ്ടും ഖനനം നടത്തുന്നതുകൊണ്ടും കുടിയേറ്റമുള്ളതുകൊണ്ടുമാണ് എന്നാണ്. കേരളത്തിലെ മലയോര മേഖലകളിലെ ജനങ്ങൾ കുടിയേറി പാർത്തിട്ടുള്ളത് ഇന്നും ഇന്നലെയുമല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ കേരളത്തിൽ കർഷകരായ ആളുകൾ കുടിയേറ്റം നടത്തിയിട്ടുണ്ട്. മണ്ണിൽ പണിയെടുത്ത് കേരളത്തിന് വിദേശ നാണ്യം പോലും നേടിത്തരത്തക്ക നിലയിലുള്ള കഠിനാധ്വാനമാണ് മലയോര കർഷകർ നടത്തിയിട്ടുള്ളത്. പിന്നെ ഈ പ്രദേശത്ത് ഞാൻ സന്ദർശിച്ചതാണ്. അവിടെ ഒരു ഖനനവുമില്ല, അതിനടുത്തെങ്ങും ഖനനമില്ല. മേപ്പാടി പഞ്ചായത്തിൽ ഒരിടത്ത് പോലും ഖനനമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മനുഷ്യവാസം ഉണ്ടായതുകൊണ്ടാണ് ഈ ദുരന്തമുണ്ടായത് എന്ന വനം വകുപ്പ് പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേഷ് യാദവിന്റെ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയുകയാണ് വേണ്ടത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തോട് വളരെ അനീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്രയും ഈ ദുരന്തമുണ്ടായിട്ട് എത്ര ദിവസങ്ങളായി? പ്രധാനമന്ത്രി വന്നില്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രി വന്നില്ല, ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരും ഇവിടെ സന്ദർശിച്ചില്ല. അത്രയും ഹൃദയഭേദകമായ ഈ സംഭവം ഉണ്ടായതിനു ശേഷം അവരാരും ഇങ്ങോട്ട് വരാതിരുന്നത്, അല്ലെങ്കിൽ ഈ പ്രദേശം സന്ദർശിക്കാതിരുന്നത് അവരോടും കേരളത്തോടുമുള്ള അവഹേളനയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ കയ്യും മെയ്യും മറന്ന് ഇന്ന് എല്ലാവരും സഹായിക്കുകയാണ്. അതിനകത്ത് രാഷ്ട്രീയമില്ല, അതിനകത്ത് വേർതിരിവുകളില്ല. എല്ലാവരും കൂട്ടായി തന്നെ ഇവരെ സഹായിക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത്രയും ദിവസം നമ്മൾ ഈ കാര്യം പറയാതിരുന്നത് തന്നെ യോജിച്ച പ്രവർത്തനം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ 350-ലധികം ആളുകൾ മരിച്ചിട്ടും ധാരാളം ആളുകളെ കാണാതെ പോയിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കോ ഈ സ്ഥലം സന്ദർശിക്കാമായിരുന്നില്ലേ? അതിനു പകരം അവിടെ ജീവിച്ച പാവപ്പെട്ട 2, 3, 4 സെന്റ് ഭൂമിയിൽ തുണ്ടുഭൂമികളിൽ ജീവിച്ചിരുന്ന തൊഴിലാളികൾ, സാധാരണക്കാർ, പാവപ്പെട്ട കർഷകർ, അവരെ അവഹേളിക്കുന്ന തരത്തിൽ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി നടത്തിയ പ്രസ്താവന അങ്ങേയറ്റത്തെ തെറ്റായ അല്ലെങ്കിൽ പ്രതിഷേധാർഹമായ ഒരു കാര്യം തന്നെയാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. അതിനകത്ത് ഒരു രാഷ്ട്രീയവും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന വാങ്ങുന്ന ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഇത് സുതാര്യമായി നടപ്പാക്കുകയാണ് വേണ്ടത്. പ്രളയകാലത്ത് ഞങ്ങൾ ഇതുപോലെ ഗവൺമെന്റിനോട് ഒരുമിച്ച് നിന്ന് ദുരിതബാധിതരെ സഹായിച്ചത് നിങ്ങൾക്കറിയാവുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന പണം ലാപ്ടോപ്പ് വാങ്ങിക്കാനല്ല ഉപയോഗിക്കേണ്ടത്. ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ വേറെ എന്തെല്ലാം പദ്ധതികളുണ്ട്. അപ്പൊ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അതിൽ നിന്ന് 81 കോടി രൂപ KSFക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ച് പാവങ്ങൾക്ക് കൊടുക്കാൻ, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനാണ് എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ആ സർക്കാർ പ്രത്യേക പദ്ധതി നടപ്പാക്കണം, അല്ലെങ്കിൽ ബഡ്ജറ്റിൽ അതിനുള്ള പണം ഉൾപ്പെടുത്തണം. ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ സംഭാവന ചെയ്യുന്നത്
അടിയന്തര ഘട്ടങ്ങളിൽ പാവങ്ങളെ സഹായിക്കാൻ, ദുരിതബാധിതരെ സഹായിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയാണ്. അല്ലാണ്ട് ലാപ്ടോപ്പ് വാങ്ങിക്കാനും ക്യാമറ വാങ്ങിക്കാനും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വാങ്ങിക്കാനും ഒന്നും അല്ല കൊടുക്കേണ്ടത്. അതിനുവേണ്ടി ഗവൺമെന്റ് പ്രത്യേക പദ്ധതി തയ്യാറാക്കണം. അതിനുള്ള പണം സർക്കാർ കണ്ടെത്തണം. ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ജനങ്ങൾ കയ്യും മെയ്യും മറന്ന് നൽകുന്ന ഈ സഹായം അതിനുവേണ്ടി ഉപയോഗിക്കണം. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ബുദ്ധിമുട്ടിയ കർഷകരും തൊഴിലാളികളും സാധാരണക്കാരും ഈ നാട്ടിൽ ഇന്നും സഹായം കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് പണം കൊടുക്കുന്നതിന് പകരം ലാപ്ടോപ്പ് വാങ്ങിക്കാൻ KSFക്ക് 81 കോടി നൽകിയെന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഒരിക്കലും തൃപ്തികരമല്ല. അത് പ്രളയബാധിതരായ ആളുകൾക്ക് കൊടുക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പുനരധിവാസത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്തെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതായിരുന്നു. അതിനു പകരം ലാപ്ടോപ്പ് വാങ്ങിക്കാൻ വേണ്ടി കൊടുത്തുവെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വളരെ ദുഃഖകരമാണ്. ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പൊ തന്നെ ധാരാളം ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നുണ്ട്. ആ പണം മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വകമാറ്റി ചെലവഴിക്കാതെ ഈ മേപ്പാടിയിലെ അല്ലെങ്കിൽ വയനാട്ടിലെ ദുരിതമനുഭവിച്ചിരിക്കുന്ന ജനങ്ങളുടെ സഹായത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ് വേണ്ടത്. പിന്നെ ആരെങ്കിലും മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ അവരുടെ പേര് കേസെടുക്കുന്നു എന്ന് പറയുന്നത് ഒന്നും ഒരു പരിഷ്കൃത രാജ്യത്തെ ചേർന്ന നടപടിയല്ല. അഖിൽ മാരാർ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കില്ല, പക്ഷെ ഞാൻ 2 വീട് വെച്ചു കൊടുക്കും. അതിനെന്താണ് തെറ്റ്? അതിന് അദ്ദേഹത്തിന്റെ പേര് കേസെടുക്കുന്ന എന്തിനാണ്? അപ്പോൾ ഇതെല്ലാം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യണം. അതിനൊരു മാതൃക എന്നുള്ള നിലയിലാണ് ഞാൻ ആദ്യം തന്നെ 1 മാസത്തെ ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചത്. അത് ട്രാൻസ്പാരന്റായി ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും അവരെ സഹായിക്കാനും വേണ്ടി ചെലവഴിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം. തന്നെയുമല്ല, ഈ ഫണ്ട് കൃത്യമായി ജനങ്ങളെ അറിയിക്കണം. ആര് ചോദിച്ചാലും അതിന് മറുപടി നൽകണം. അപ്പോഴാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനുള്ള ആളുകളുടെ താല്പര്യം വർദ്ധിക്കുന്നത്. ആളുകൾക്ക് കൂടുതൽ പണം നൽകാനുള്ള ആഗ്രഹമുണ്ടാകുന്നത്.